ചായക്കടയിൽ ഇരുന്ന് വർത്താനം പറയലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഒരുമിച്ചിരുന്ന് പേപ്പർ വായിക്കുക, അങ്ങനെ കുറെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഇതെല്ലാം വാട്സാപ്പിൽ ഒരു ഗുഡ് മോർണിംഗ് അയക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ അത് ചുരുക്കമായിട്ടുണ്ട് ഒരുപാട്. പിന്നെ ലോട്ട് ഓഫ് കോൺടാക്ട്സ് ഹാവ് റിഡ്യൂസ്ഡ്. ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചാൽ പോലും എന്ത് മരുന്നാണ് കഴിക്കുന്നത്, ഇൻസുലിൻ ആണോ എടുക്കുന്നത്, അതേ ഷുഗറിന്റെ ഗുളിയാണോ കഴിക്കുന്നത്, കോൺവെർസേഷൻസ് ഹാവ് ഷിഫ്റ്റഡ്. ഇപ്പോഴും ആ യൂത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ന്യൂസിൽ വായിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ തമ്മിൽ ഉണ്ടാവുന്നില്ല. സോ ഐ വുഡ് ഏർജ് യു ദാറ്റ് യു മെയിൻറ്റെയിൻ യുവർ യൂത്ത്ഫുൾനെസ്. ഇപ്പൊ നമ്മുടെ ടോപ്പിക്സ് എല്ലാം മാറി. ഇനി മുട്ടുവേദന അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ മരുന്ന് ഏതാണ്, അതിനെക്കുറിച്ച് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. യു ക്യാൻ ഡിസ്കസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി പ്രൊആക്റ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് യു ഷുഡ് ഓൾസോ ഡിസ്കസ് ഓൾ ദീസ് തിങ്സ്. ഇപ്പം ഈ ഓഡിയൻസിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് KSCBയുടെ മെസ്സേജ് വന്ന് കാണും. കറന്റ് മൈ മദർ ഇസ് 75, മൈ ഫാദർ ഇസ് 80. അപ്പം അവർ കാരണം എനിക്കറിയാം, എനിക്ക് അവരെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഐ ഹാവ് എ ബിസി ഷെഡ്യൂൾ. അപ്പം ഇത് ചെയ്യാതെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ പൈസ പോയിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ OTP വരുമ്പം ഇങ്ങനെ OTPയുടെ സ്കാം പഠിപ്പിച്ച് കുറെ ദിവസം ഞാൻ അത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ OTP ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയരുത് അങ്ങനെ ഇന്ന് കാണിച്ചു. ശർമാജി, അവർക്കറിയുന്ന ഒരേ ഒരു ശർമാജി ഡൽഹിയിൽ ടാക്സി ഓടിച്ചുകൊണ്ടിരുന്ന ആള്, സ്ഥിരം അവർ വിളിച്ച ആളാണ്. അപ്പം അവർക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് ശർമാജി. പക്ഷെ ട്രൂ കോളർ ഏത് ശർമ്മയും ആവാം. അവർ പറഞ്ഞു, മാഡം അഭി ബഹുത് പ്രോബ്ലം 5000 റുപ്പീസ് വേണമെന്ന്, എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ച് പറഞ്ഞു ഡൽഹിയിലുള്ള നമ്മുടെ ഇന്ന ആളാന്ന് പറഞ്ഞപ്പം ഞാനും ആ ഒരു സെക്കൻഡ്, എന്റെ മമ്മിയല്ലേ പറയുന്നേ, അപ്പൊ ഞാനത് മമ്മിക്ക് അറിയുന്ന ഒരാള് മമ്മിനെ വിളിച്ച് പറഞ്ഞു പൈസ അയക്കാൻ പറഞ്ഞപ്പോ ഞാനത് അയച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത് മമ്മി അയാൾ പിന്നെയും പൈസ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തേ എന്താണ്ടായെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മമ്മിയുടെ കയ്യിൽ നമ്പർ സേവ്ഡ് ഉണ്ടല്ലോ, ഒരാളുടെ പേര് സേവ്ഡ് ആണ് ശർമാജി, ആ നമ്പറിൽ നിന്ന് അല്ല ഫോൺ വന്നേ. പക്ഷെ ട്രൂ കോളറിൽ കാണിച്ചു ശർമാജി ആണെന്ന്. അപ്പൊ അതുപോലും ശ്രദ്ധിച്ചില്ല. സോ അനദർ തിങ് ഇസ്, നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പോ ഇൻകം ടാക്സിന്റെ ഫയൽ ചെയ്യാൻ ഡെഡ് ലൈൻ ആവുന്നു, പെട്ടെന്ന് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും മെസ്സേജ് വരുമല്ലോ. നമ്മൾ ഉടനെ അതിൽ ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്യുമ്പം അതിൽ ഒരേ ഒരു ആൽഫബറ്റ്, ഇൻകം ടാക്സ് ഫയലിംഗ് gov.in. അപ്പൊ അതിന്റെ ഇൻകം ടാക്സിന്റെ ഇടയിൽ ഒരു മിസ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫയലിംഗിന്റെ രണ്ട് ഉണ്ടാവും. അപ്പൊ അവർ അങ്ങനെ ഒരു ഈ വെബ്സൈറ്റിന്റെ URL അതിൽ ഒരേ ഒരു ആൽഫബറ്റ് മാറ്റുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ അത് വരില്ല. നമ്മൾ കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മളത് ക്ലിക്ക് ചെയ്യും. അപ്പൊ ഇതുപോലെ ഒരുപാട്. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ, അപ്പൊ ഇതെല്ലാം ഞാൻ ഇപ്പൊ തടഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ലാൻഡ് ലൈൻ, TV കാണും, ഷോപ്പിങ്ങിന്റെ കുറെ പരസ്യം വരും, അതിൽ ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട് ഡയൽ ഒന്നും ചെയ്യണ്ട, മിസ് കോൾ അടിച്ചാൽ മതി, അവർ തിരിച്ചു വിളിക്കും, സാധനം അയച്ചു തരും, പൈസ കൊടുക്കുക. അതും കഴിഞ്ഞ് വേറെ ഒരെണ്ണം, ഈ ഫോണില് ഇപ്പൊ 50,000 ഫോൺ ആണെങ്കിൽ 30,000 ഡിസ്കൗണ്ട് തരും. അത് പേരൻസിനല്ല, അത് എന്റെ ഒരു കസിനാ, ഷീസ് മൈ ഏജ് ഓൺലി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, യു ആർ എ ഡോക്ടർ, അവളൊരു ഡോക്ടറാണ്, സോ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഷീസ് മൈ ഏജ്, സോ ഷീ റീഡ്സ് ന്യൂസ് പേപ്പർ ആൻഡ് ഷീസ് അവെയർ ഓൾസോ. ഇത്രയും അവെയർ ആയിട്ടും കൂടി ഒരു ഐഫോൺ 50% ഡിസ്കൗണ്ടിൽ ആരെങ്കിലും തരുമെന്ന് ഒരു കോമൺ സെൻസ്. എന്നിട്ട് അത് 50% ഡിസ്കൗണ്ടിൽ കിട്ടാൻ വേണ്ടി ഈ 50% അപ്ഫ്രണ്ട് പേ ചെയ്യാന്നാ പറയുന്നത്. ഷീ ഗേവ് 50,000. അപ്പം ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ അല്ലെ. നമ്മുടെ ആരുടെയെങ്കിലും സ്വന്തം ആയാലും സ്വയം ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഇതിൽ പെടുന്നതാ. ബട്ട് സ്റ്റിൽ വി ആർ ട്രസ്റ്റിംഗ്. നമ്മളെല്ലാവരും ട്രസ്റ്റ് ചെയ്യും, ശരി ഇതാവില്ല, ഇത് മാത്രം ചിലപ്പം ട്രൂ ആയിരിക്കും, അങ്ങനെ നമ്മൾ വിചാരിച്ചു പോകും. അപ്പം എനിക്ക് പറയാനുള്ളത്, അത് റിവേഴ്സ് ആക്കുക, ഇതും തെറ്റായിരിക്കും, അങ്ങനെ ഒരു ക്രോസ് വെരിഫിക്കേഷൻ ഒന്ന് ചെയ്യാൻ നോക്കുക. പിന്നെ വേറെ ഒരു വൾനറബിലിറ്റി, ഇപ്പോ എല്ലാ കാര്യത്തിനും അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഫെസിലിറ്റേഷൻ സെന്റർ